നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട. അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് 2765 ലിറ്റർ സ്പിരിറ്റ്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ കൈനഗരി മാറാന്തര വീട്ടിൽ സുരാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകുവാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത്. അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ വയോധിക മരിച്ചു. പൂവത്തൂരിലേക്കുള്ള യാത്രക്കിടെ പൂച്ചക്കുന്ന് വളവിൽ വെച്ചായിരുന്നു അപകടം. ബസിൽ കയറിയതിനു ശേഷം പിന്നിലെ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് നളിനി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. അപകടം നടന്നയുടൻ നളിനിയെ പറപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ബസ്സിനകത്തെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൊടകര മറ്റത്തൂർ കുന്നിൽ കോപ്പാളി യോഹനാന്റെ വീട്ടിലെ CCTVയിൽ പുലിയുടെ എന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:45ഓടെയാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം CCTVയിൽ പതിഞ്ഞത്. വീട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ കരടി ആക്രമിച്ച് കൊലപ്പെടുത്തി. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ചത് പുലിയല്ല കരടിയെന്ന് സ്ഥിരീകരണം. വനം വകുപ്പും ഡോക്ടേഴ്സും നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. പുലിയുടെ ആക്രമണത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത. ഇന്നലെ വൈകുന്നേരമാണ് അസം സ്വദേശി നൂറിൻ ഇസ്ലാമിനെ കരടി ആക്രമിച്ചത്. വേവർലി എസ്റ്റേറ്റിലെ പാടിയുടെ മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു കുട്ടി. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുഖത്തും ശരീരത്തിന്റെ പല ഭാഗത്തും മാംസമുണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് പുലി കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ആക്രമിച്ചതാകാമെന്ന നിഗമനത്തിലേക്കെത്തിയത്. കുട്ടിയുടെ മൃതദേഹം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ആക്രമിച്ചത് കരടിയെന്ന് കണ്ടെത്തിയത്. മുഖത്തുണ്ടായിരിക്കുന്ന മുറിവ് കരടിയുടെ ആക്രമണ രീതിയിലുള്ളതാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട 8 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമിച്ച കരടിയെ പിടികൂടുന്നതിനായുള്ള ശ്രമം ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്.
കൊരട്ടി പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 1.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവഴിച്ചത്. കൊരട്ടി പഞ്ചായത്തിലെ മത്സ്യ കർഷകരായ ജോർജ് ടി.ഡി. തെക്കിനിയത്ത്, ബേബി മുക്രാപ്പിള്ളി, ബൈജു പി.സി. പുളിക്കൻ, ജിമ്മി കരേടൻ, വർഗീസ് പാറേക്കാടൻ എന്നിവർക്ക് 30,000 രൂപ ചെലവ് വരുന്ന ഫൈബർ വള്ളങ്ങൾ കൈമാറി. മത്സ്യബന്ധന ക്ഷേമനിധിയിൽ അംഗത്വവും ലൈസൻസും ഉള്ളവർക്കാണ് വള്ളം കൈമാറിയത്. 3 പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന വിധമാണ് വള്ളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫൈബർ വള്ളങ്ങളുടെ കൈമാറ്റ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ബിജു നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് കെ.ആർ. സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ ജിസി പോൾ, പി.എസ്. സുമേഷ്, റെയ്മോൾ ജോസ്, ലിജോ ജോസ്, ഷിമ സുദീൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത എ.എസ്., മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ ജിബിന എം.എം., ജോർജ് ടി.ഡി. എന്നിവർ പ്രസംഗിച്ചു. ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജനാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന് കീഴിലാണ് ആനകൾക്കായി ചികിത്സാ കേന്ദ്രം ഒരുക്കുന്നത്. നേരത്തെ ആരംഭിച്ച പദ്ധതി ഏറെ നാളായി നിലച്ചിരിക്കുകയായിരുന്നു. ആനകൾക്കുള്ള സംരക്ഷണ കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ കെ.പി. മനോജ് കുമാർ, സെക്രട്ടറി പി. ശശികുമാർ എന്നിവർ പറഞ്ഞു. ചിറ്റണ്ടയിൽ വനഭൂമിയോട് ചേർന്ന് 32 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി. കുന്നംകുളത്ത് പന്തല്ലൂർ, ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. ഇന്ന് രാവിലെ 9:30യോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞുവീശിയത്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലം പതിക്കുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. ഇതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. കൊടകര പാറക്കാട്ടുകരയിൽ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെയുള്ള കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. കൊടകര സഹൃദയ കോളേജിന് സമീപത്ത് വെച്ച് ലോറിയുടെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട ബൈക്ക് യാത്രികൻ ലോറിയുടെ പുറകെ ഓടിയെത്തി ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ലോറി ഡ്രൈവർ വീടുകൾ കുറവുള്ള ഭാഗത്ത് ലോറി നിർത്തി. പുതുക്കാട് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്ന് 1 യൂണിറ്റ് ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്. ആളൂർ പോലീസും സ്ഥലത്തെത്തി. 45 കെട്ട് കിടക്ക നിർമ്മാണ സാമഗ്രികളാണ് ലോറിയിലുണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗവും തീപിടുത്തത്തിൽ നശിച്ചു. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് ബസിന്റെ മുൻഭാഗത്ത് നിന്നാണ് തീയും പുകയും ഉണ്ടായത്. പുക കണ്ടയുടനെ ഡ്രൈവർ ബസ് നിർത്തുകയായിരുന്നു. ഭീതിയിലായ യാത്രക്കാർ തിരക്ക് പിടിച്ചതോടെ ബസിന്റെ ഒരു വാതിൽ തകരാറിലായി തുറക്കാനാകാത്ത അവസ്ഥയിലായി. ഇതോടെ ചിലർ വശങ്ങളിലെ ജനലുകൾ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ ആളപായമില്ല. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.